നമസ്കാരം. ആധുനിക പ്രതിരോധ രംഗത്ത് ഒരു രാജ്യത്തിൻ്റെ വ്യോമസേനയ്ക്കുള്ള തന്ത്രപരമായ മുൻഗണന അവരുടെ ദീർഘദൂര ആക്രമണ ശേഷിയും കൃത്യതയുമാണ് ആശ്രയിച്ചിരിക്കുന്നത്. പ്രാദേശികമായ വെല്ലുവിളികളെയും അതിർത്തിയിലെ അസ്വാരസ്യങ്ങളും വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ ശത്രു രാജ്യങ്ങളുടെ പ്രതിരോധ നിരകളെ നിഷ്പ്രഭമാക്കാൻ പോകുന്ന അത്യാധുനിക ആയുധശേഖരം സ്വന്തമാക്കുക എന്നത് ഭാരതത്തിൻ്റെ സുരക്ഷയ്ക്ക് അനിവാര്യമാണ്. ഈ ലക്ഷ്യത്തിലേക്കുള്ള ഏറ്റവും നിർണായകവും ചരിത്രപരവുമായൊരു ചുവടുവയ്പ്പാണ് ഇന്ത്യൻ വ്യോമസേന ഇപ്പോൾ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നത്. തങ്ങളുടെ പക്കലുള്ള സുഖോയ് Su-30 MK യുദ്ധവിമാനങ്ങളിൽ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ ഘടിപ്പിക്കുന്ന പ്രക്രിയ വ്യോമസേന വൻതോതിൽ വിപുലീകരിച്ചിരിക്കുന്നു. രണ്ട് വൻ ശക്തികളായ ആയുധങ്ങളുടെ ഈ സംയോജനം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ പ്രതിരോധ സന്തുലിതാവസ്ഥയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണ്. ശത്രുവിൻ്റെ വ്യോമപരിധിയിലേക്ക് കടക്കാതെ തന്നെ അവരുടെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളെ തകർക്കാൻ ശേഷിയുള്ള ഈ സംവിധാനം ഇന്ത്യൻ സൈന്യത്തിൻ്റെ പ്രതിരോധ ശേഷിക്ക് പുതിയൊരു ആത്മവിശ്വാസമാണ് നൽകുന്നത്. റഷ്യയുമായുള്ള സംയുക്ത സംരംഭത്തിലൂടെയും തദ്ദേശീയമായ സാങ്കേതിക വിദ്യയിലൂടെയും കൈവരിച്ച ഈ നേട്ടം ആഗോള പ്രതിരോധ രംഗത്ത് ഭാരതത്തിൻ്റെ സ്ഥാനം കൂടുതൽ ഉറപ്പിക്കുന്നതാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ സുഖോയ് പോർ വിമാനങ്ങളുടെ വലിയൊരു വ്യൂഹത്തിൽ നിന്നും 40ഓളം വിമാനങ്ങളെയാണ് ഇപ്പോൾ അത്യാധുനിക ബ്രഹ്മോസ് മിസൈലുകൾ വഹിക്കാൻ പാകത്തിന് സജ്ജമാക്കിയിരിക്കുന്നത്. രാജ്യാന്തര സമുദ്ര പ്രതിരോധ പ്രദർശന വേളയിൽ ബ്രഹ്മോസ് എയ്റോസ്പേസ് കോ ഡയറക്ടർ അലക്സാണ്ടർ മാക്സിച്ചേവ് സ്ഥിരീകരിച്ച ഈ സുപ്രധാന നേട്ടം വരും വർഷങ്ങളിൽ കൂടുതൽ വിമാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനാണ് പ്രതിരോധ മന്ത്രാലയം ലക്ഷ്യമിടുന്നത്. പാകിസ്ഥാനെതിരെയുള്ള ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെയുള്ള മുൻകാല പ്രതിരോധ വിന്യാസങ്ങളിൽ ബ്രഹ്മോസ് ഘടിപ്പിച്ച സുഖോയ് വിമാനങ്ങളുടെ അസാധാരണമായ കൃത്യതയും വിനാശകാരിയായ പ്രഹരശേഷിയും ഇതിനകം തന്നെ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വേഗതയേറിയ ഓപ്പറേഷണൽ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസിൻ്റെ സാന്നിധ്യം ശത്രുവിൻ്റെ റഡാർ സംവിധാനങ്ങൾക്കോ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കോ പെട്ടെന്ന് കണ്ടെത്താനോ തടുക്കാനോ സാധിക്കാത്ത വിധം മാരകമാണ്. സാധാരണയായി കരയിൽ നിന്നും കടലിൽ നിന്നും തൊടുക്കാനാവുന്ന 3 ടൺ ഭാരമുള്ള ബ്രഹ്മോസ് മിസൈലുകളിൽ നിന്നും വ്യത്യസ്തമായി സുഖോയ് വിമാനങ്ങൾക്ക് വഹിക്കാൻ പാകത്തിൽ 2.5 ടൺ ഭാരമുള്ള പ്രത്യേക പതിപ്പാണ് വ്യോമസേനയ്ക്കായി വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. വായുവിൽ നിന്ന് തൊടുക്കാവുന്ന ഈ മിസൈൽ പതിപ്പിനായി സുഖോയ് വിമാനങ്ങളുടെ ഘടനയിൽ വലിയ മാറ്റങ്ങളും കഠിനമായ പരീക്ഷണങ്ങളും നടത്തേണ്ടി വന്നിട്ടുണ്ട്. ഈ സാങ്കേതിക പരിഷ്കരണത്തിലൂടെ കടലിലെയും കരയിലെയും ലക്ഷ്യങ്ങളെ ഒരുപോലെ പിൻ പോയിൻറ്റ് കൃത്യതയോടെ തകർക്കാൻ വിമാനങ്ങൾക്ക് സാധിക്കും. ഇന്ധനം നിറയ്ക്കാതെ തന്നെ 3000 കിലോമീറ്റർ ദൂരത്തേക്ക് പറക്കാൻ ശേഷിയുള്ള സുഖോയ് വിമാനങ്ങളും 450 കിലോമീറ്ററിലധികം ദൂരെയുള്ള ലക്ഷ്യങ്ങളെ തകർക്കാൻ ശേഷിയുള്ള ബ്രഹ്മോസിൻ്റെ പരിഷ്കരിച്ച പതിപ്പും ഒന്നിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രഹര പരിധി അതീവ ദീർഘദൂരമായി മാറുന്നു. ഇത് ഇന്ത്യൻ അതിർത്തിക്കുള്ളിൽ സുരക്ഷിതമായി നിന്നുകൊണ്ട് തന്നെ ശത്രുവിൻ്റെ ഉള്ളറകളിലേക്ക് കൃത്യമായ ആക്രമണം നടത്താൻ വ്യോമസേനയെ പ്രാപ്തമാക്കും. കേവലം നിലവിലെ ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ ഒതുങ്ങാതെ ഭാവിയിലെ യുദ്ധ സാഹചര്യങ്ങളെ നേരിടാനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ത്യയും റഷ്യയും ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ശബ്ദത്തേക്കാൾ 5 ഇരട്ടിയിലധികം വേഗതയിൽ സഞ്ചരിക്കുന്ന ഹൈപ്പർസോണിക് ആയുധങ്ങളുടെ വരവോടെ ശത്രു രാജ്യങ്ങൾക്ക് പ്രതികരിക്കാൻ ലഭിക്കുന്ന സമയം മിനിറ്റുകളിൽ നിന്നും നിമിഷങ്ങളായി ചുരുങ്ങുകയും അവരുടെ അത്യാധുനിക വ്യോമ പ്രതിരോധ കവചങ്ങളെപ്പോലും നിഷ്പ്രഭമാക്കാൻ ഇന്ത്യക്ക് സാധിക്കുകയും ചെയ്യും. ഇതോടൊപ്പം തന്നെ DRDOയുമായി ചേർന്ന് ബ്രഹ്മോസിൻ്റെ അടുത്ത തലമുറയായ ബ്രഹ്മോസ് NG മിസൈലുകൾ വികസിപ്പിക്കുന്നുണ്ട്. വലിപ്പത്തിലും ഭാരത്തിലും വളരെ കുറവായ എന്നാൽ കൃത്രിമ ബുദ്ധി സാങ്കേതിക വിദ്യയും അത്യാധുനിക ഏവിയോണിക്സും അടങ്ങിയ ഈ മിസൈലുകൾ ഭാരം കുറഞ്ഞ തേജസ്, റഫാൽ തുടങ്ങിയ വിമാനങ്ങളിലും ഭാവിയിലെ ഇന്ത്യയുടെ തദ്ദേശീയ 5ാം തലമുറ യുദ്ധവിമാനമായ AMCയിലും ഉപയോഗിക്കാൻ സാധിക്കും. പ്രതിരോധ രംഗത്ത് പൂർണ്ണമായ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായി സുഖോയ് വിമാനങ്ങളെ സൂപ്പർ സുഖോയ് നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനുള്ള വിപുലമായ നവീകരണ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. റഷ്യൻ ഘടകങ്ങളെ ആശ്രയിക്കുന്നത് പരമാവധി കുറച്ചുകൊണ്ട് ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച റഡാറുകൾ, കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ, മിസൈൽ ലോഞ്ചറുകൾ എന്നിവ വിമാനങ്ങളിൽ ഘടിപ്പിക്കുന്ന പ്രക്രിയയാണിത്. വായുവിൽ നിന്ന് തൊടുക്കാവുന്ന ബ്രഹ്മോസിൻ്റെ പ്രഹര പരിധി 800 കിലോമീറ്ററായി ഉയർത്തുന്നതിനുള്ള പരീക്ഷണങ്ങൾ വരും നാളുകളിൽ നടക്കാനിരിക്കുകയാണ്. ഈ പരിഷ്കാരങ്ങളെല്ലാം പൂർത്തിയാകുന്നതോടെ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഏഷ്യൻ മേഖലയിൽ പൂർണ്ണമായ ആധിപത്യം ഉറപ്പിക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ദീർഘദൂര പ്രഹരശേഷിയും അതിവേഗതയും ഒത്തുചേരുന്ന സുഖോയ് ബ്രഹ്മോസ് സഖ്യം വരും ദശാബ്ദങ്ങളിലും ഭാരതത്തിൻ്റെ പരമാധികാര സംരക്ഷണത്തിൻ്റെ ഏറ്റവും വലിയ കാവലാളായി തുടരും. ഇന്ത്യൻ വ്യോമസേനയുടെ സുഖോയ് യുദ്ധവിമാനങ്ങളിൽ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ വിജയകരമായി സംയോജിപ്പിച്ചത്
ദക്ഷിണേഷ്യൻ മേഖലയിലെ പ്രതിരോധ സമവാക്യങ്ങളെ പാടെ മാറ്റിമറിക്കുകയാണ്. ഇന്ത്യയുടെ തന്ത്രപരമായ മുന്നേറ്റം അയൽ രാജ്യങ്ങളും ശത്രുക്കളും പരസ്പര പങ്കാളികളുമായ പാകിസ്ഥാനും ചൈനയ്ക്കും ഒരുപോലെ വലിയ സുരക്ഷാ വെല്ലുവിളികളും സാങ്കേതിക പ്രതിസന്ധികളുമാണ് സൃഷ്ടിക്കുന്നത്. രാജ്യം കൈവരിച്ച ഈ ആഗോള പ്രതിരോധ നേട്ടം പാകിസ്ഥാൻ്റെ അതിർത്തിയിലെ പ്രകോപനങ്ങൾക്കും ചൈനയുടെ കടന്നുകയറ്റ തന്ത്രങ്ങൾക്കും ശക്തമായൊരു തടസ്സമായി മാറിയിരിക്കുന്നു. ഇരു രാജ്യങ്ങളുടെയും തന്ത്രപരമായ നീക്കങ്ങളെയും പ്രതിരോധ സംവിധാനങ്ങളെയും ഈ പുതിയ സൈനിക സഖ്യം എങ്ങനെ ബാധിക്കുമെന്ന് ആഴത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ വ്യോമാക്രമണ പ്രഹരശേഷി അവരുടെ പരമ്പരാഗത പ്രതിരോധ തന്ത്രങ്ങളുടെ ആകെ തുകയെ തന്നെ ഇല്ലാതാക്കുന്ന ഒന്നാണ്. ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ പോലെയുള്ള ദൗത്യങ്ങളിൽ ബ്രഹ്മോസ് മിസൈലിൻ്റെ കൃത്യതയും വേഗതയും പ്രഹരശേഷിയും അവർ നേരിട്ട് അനുഭവിച്ചറിഞ്ഞതാണ്. ശബ്ദത്തെക്കാൾ 3 ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കുന്ന ബ്രഹ്മോസ് മിസൈലുകളെ കണ്ടെത്താനോ തടയാനോ പോകുന്ന ഒരു വ്യോമ പ്രതിരോധ കവചവും നിലവിൽ പാകിസ്ഥാൻ്റെ പക്കലില്ല. സുഖോയ് വിമാനങ്ങളുടെ ദീർഘദൂര പറക്കൽ ശേഷിയും ബ്രഹ്മോസിൻ്റെ 450 കിലോമീറ്റർ പ്രഹര പരിധിയും ഒന്നിക്കുമ്പോൾ ഇന്ത്യൻ വിമാനങ്ങൾക്ക് സ്വന്തം വ്യോമപരിധിയിൽ സുരക്ഷിതമായി നിന്നുകൊണ്ട് തന്നെ പാകിസ്ഥാൻ്റെ ഉള്ളറകളിലുള്ള വ്യോമതാവളങ്ങളും കമാൻഡ് സെൻ്ററുകളും തകർക്കാൻ സാധിക്കും. ഇത് പാകിസ്ഥാൻ്റെ മുൻനിര പ്രതിരോധ നിരകളെ കടുത്ത സമ്മർദ്ദത്തിലാക്കും. ചൈനയിൽ നിന്ന് അവർ വാങ്ങാനൊരുങ്ങുന്ന J-35 പോലെയുള്ള 5ാം തലമുറ സ്റ്റെൽത്ത് വിമാനങ്ങൾക്ക് പോലും ഇന്ത്യ വികസിപ്പിക്കുന്ന പുതിയ സൂപ്പർ സുഖോയ് നവീകരണങ്ങളായ വിരൂപാക്ഷ AESA റഡാറുകളെയും ബ്രഹ്മോസ് മിസൈലുകളെയും പൂർണ്ണമായി പ്രതിരോധിക്കുക അസാധ്യമാണ്. ചൈനയെ സംബന്ധിച്ചിടത്തോളം ഈ സഖ്യം അവരുടെ ഭൂമിശാസ്ത്രപരവും സമുദ്രപരവുമായ താൽപ്പര്യങ്ങൾക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ തങ്ങളുടെ സാന്നിധ്യം ശക്തമാക്കാൻ ശ്രമിക്കുന്ന ചൈനീസ് നാവികസേനയുടെ യുദ്ധക്കപ്പലുകൾക്കും അന്തർവാഹിനികൾക്കും ഈ വിമാനങ്ങൾ വലിയൊരു ഭീഷണിയായി മാറും. സമുദ്രത്തിലെ ചലിക്കുന്ന ലക്ഷ്യങ്ങളെപ്പോലും കൃത്യമായി കണ്ടെത്തി തകർക്കാൻ വായുവിൽ നിന്നും തൊടുക്കാവുന്ന ബ്രഹ്മോസ് പതിപ്പിന് സാധിക്കും. ചൈനയുടെ വടക്കൻ അതിർത്തിയിലുള്ള തന്ത്രപ്രധാനമായ പർവ്വത മേഖലയിലെ സൈനിക വിന്യാസങ്ങളെയും ബംഗാളുകളെയും തകർക്കാൻ ഈ മിസൈലുകൾക്ക് ശേഷിയുണ്ട്. ചൈനയും പാകിസ്ഥാനും സംയുക്തമായി നടപ്പിലാക്കുന്ന സാമ്പത്തിക ഇടനാഴി പോലെയുള്ള പദ്ധതികളുടെ സുരക്ഷയെയും ഈ ദീർഘദൂര പ്രഹരശേഷി ആശങ്കയിലാക്കുന്നുണ്ട്. ഭാരതത്തിൻ്റെ ഈ പുതിയ ശക്തി പ്രകടനം ചൈനയ്ക്ക് തങ്ങളുടെ അതിർത്തികളിൽ കൂടുതൽ അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ വിന്യസിക്കാൻ വലിയ സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കും. ചുരുക്കത്തിൽ ഇന്ത്യയുടെ സുഖോയ് ബ്രഹ്മോസ് മിസൈൽസ് വിന്യാസം പാകിസ്ഥാൻ്റെ കശ്മീർ കേന്ദ്രീകരിച്ചുള്ള പ്രകോപനങ്ങൾക്കും ചൈനയുടെ അതിർത്തി വിപുലീകരണ നയങ്ങൾക്കും ഒരുപോലെ തിരിച്ചടിയാണ്. ഭാവിയിൽ വരാനിരിക്കുന്ന ഹൈപ്പർസോണിക് മിസൈൽ സാങ്കേതികവിദ്യയും ബ്രഹ്മോസ് അടുത്ത തലമുറയും കൂടി യാഥാർത്ഥ്യമാകുന്നതോടെ ഇരു രാജ്യങ്ങളുടെയും പ്രതിരോധ കവചങ്ങൾ പൂർണ്ണമായും അപ്രസക്തമാകും. ഈ തന്ത്രപരമായ മേധാവിത്വം ഏഷ്യൻ മേഖലയിൽ ഇന്ത്യയെ ഒരു പ്രബല ശക്തിയെ നിലനിർത്താനും ശത്രു രാജ്യങ്ങളുടെ അനാവശ്യമായ സൈനിക നീക്കങ്ങളെ പ്രതിരോധിക്കാനും വ്യോമസേനയെ പ്രാപ്തമാക്കും. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളെ രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.